നടുവിൻ്റെ ഭാഗത്തെ വേദന മാറ്റുന്നതിന് കയ്യിൽ ചില ഭാഗത്ത് പ്രസ് ചെയ്താൽ വേദന മാറിക്കിട്ടും. കൈപ്പത്തിയിൽ പുറം ഭാഗത്ത് നടുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും മേളിൽ തുടങ്ങുന്ന ഭാഗത്തും മേളിൽ നമ്മളിങ്ങനെ വിരൽ ഇങ്ങനെ അമർത്തി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊഴി പോലെ കാണും, ചെറിയ ഗ്രൂ. അവിടെ ആ ഭാഗം മുഴുവൻ ഇങ്ങനെ പ്രസ് ചെയ്യുക. അല്പാൽപ്പം ഇങ്ങനെ സ്ഥലമേ എടുക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക, വിരലയക്കുക. എന്നിട്ട് വീണ്ടും അവിടെ തന്നെയോ അല്ലെങ്കിൽ അതിനടുത്ത സ്ഥലത്തോ വീണ്ടും അതുപോലെ ചെയ്യുക. ആ ഏരിയ മുഴുവൻ പ്രസ് ചെയ്യുമ്പോൾ എവിടെയാണോ വേദന കൂടുതൽ അനുഭവപ്പെടുന്നത് അവിടെ വീണ്ടും വീണ്ടും വിരലമർത്തുക. നടുവിൻ്റെ വേദന മാറിക്കിട്ടും. അതുപോലെ തന്നെ അല്പം കൂടെ താഴെ കാലിലോട്ട് വേദന ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ എല്ലിൻ്റെ തൊട്ട് മേളിൽ വീണ്ടും അവിടെ ഇതുപോലെ ആ ഏരിയ മുഴുവൻ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇടത്തെ കൈയുടെ നടുവിരലിൻ്റെ മേളിലാണെങ്കിൽ ഇടത്തെ കാലിനും ഇടത്തെ കൈയുടെ മോതിരവിരലിൻ്റെ ആ ചുവടിൻ്റെ ആ ഭാഗത്താണെങ്കിൽ വലത്തെ കാലിനും പ്രയോജനം ഉണ്ടാകും. ഇത് തിരിച്ച് വലത്തെ കയ്യിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് ഓർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രയോജനം ഉണ്ടാകും. പ്രസ് ചെയ്യുക. മറ്റൊന്ന്, തള്ളവിരലിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ അമർത്തുകയാണെങ്കിൽ തള്ളവിരലിൻ്റെ താഴത്തെ ഭാഗം അവിടെ അമർത്തുമ്പോൾ നമുക്ക് എല്ല് കിട്ടും. ആ എല്ലിൽ ഈ ഭാഗത്ത് എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ വീണ്ടും വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവിൻ്റെ വേദന മാറിക്കിട്ടും. ശരീരത്തിൽ എവിടെയെങ്കിലും വേദന അനുഭവപ്പെടുമ്പോൾ റെസ്റ്റിൻ്റെ ഭാഗത്ത് പുറം ഭാഗത്ത് അവിടെ മുഴുവൻ അമർത്തി കൊടുക്കുകയാണെങ്കിൽ അതും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക, വിരലയക്കുക, തൊട്ടപ്പുറത്ത് വീണ്ടും ചെയ്യുക, വീണ്ടും അതിൻ്റെ ഇപ്പുറത്ത്. സാധിക്കുമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിക്കുക. നല്ലതാണ്. അത് വീണ്ടും വീണ്ടും പലതവണ ആവർത്തിക്കുക. വേദന എവിടുത്തെയാണെങ്കിലും വേദനയും മാറും, നീരും മാറും. ഓക്കെ.